അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സല്ലല്ലാഹു അലാ നബിയ്യിന വബഅദ. സ്നേഹാദരണീയരായ വിശുദ്ധ ഖുർആനെ തദബ്ബുർ ചെയ്യാനെത്തിയ, ആലോചിച്ച് പഠിക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നദീർ കാലം പോയതറിഞ്ഞിട്ടില്ല. ഞാൻ അമ്മോശാക്കായതും മക്കൾ യുവാക്കളായതെന്നോ, അതാണ് യുവ പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ശരിയൊക്കെ ചിരിക്കുന്നത്. ഏതായിരുന്നാലും നമ്മൾ നല്ലൊരു വിഷയം യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന സത്യവിശ്വാസികളോടായിട്ട് അള്ളാഹു പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ആർദ്രതയോടെ വളരെ നമുക്ക് മനസ്സിൽ തട്ടുന്ന ചില വിഷയങ്ങൾ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തിയത് വിശ്വാസികളായ ആളുകൾ മാത്രം ഇരുന്ന് അതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂലങ്കശമായി ആഴത്തിൽ ചർച്ച ചെയ്യുക എന്നതാണ് LYCയുടെ ഖുർആൻ പഠന വേദിയായ വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ അതിൻ്റെ യുവ ഘടകമായിട്ടുള്ള LYCയുടെ ഈ വിശുദ്ധ ഖുർആനിലേക്ക് പരമാവധി ഊളിയിറങ്ങാനും അതിനെ തദബ്ബുർ ചെയ്യാനുമുള്ള ഈ എളിയ ശ്രമം. മുൻപൊക്കെ ഖുർആനിൽ സൂറത്തുൽ ബഖറ മുതൽ ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന സൂക്തങ്ങൾ നമ്മൾ ചിലത് ഓടിച്ചു പോയി, ചിലത് തദബ്ബുറായി തന്നെ പോയി. രണ്ടാമത് അതിൻ്റെ തുടക്കം മുതൽ ഒരാഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും കുറച്ചുകൂടി ആഴത്തിലുള്ള ആലോചനകളും അതിലേക്കുള്ള സൂചനകളും. നമുക്കറിയാം, ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അത് നമ്മൾ വിശദീകരിച്ചാലും എവിടെയും എത്തുകയില്ല. ഖുർആൻ തന്നെ പരാമർശിച്ചതുപോലെ അവൻ്റെ കലിമത്തുകൾ കടലുകൾ മുഴുവൻ മഷിയായാലും അതേപോലത്തെ 7 കടലുകൾ വീണ്ടും ഉണ്ടാക്കിയാലും ആ കടല് മഷിയാക്കപ്പെട്ട കടൽ തീർന്നു പോവുക എന്നതല്ലാതെ അവൻ്റെ കലിമത്തുകളെ വിശദീകരിച്ച് തീർക്കാൻ സാധ്യമാകാത്ത വിധം വിശാലമാണ് അള്ളാഹുവിൻ്റെ കലിമത്തുകളും കലാമുകളും അവനെക്കുറിച്ചുള്ള വിശേഷണങ്ങളും. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ അള്ളാഹു വിശ്വാസികളോട് പറഞ്ഞ ഒരു വലിയ വിഷയം പ്രതിപാദിക്കുക എന്നത് അസാധ്യമായ സംഗതിയാണ്. പഠിക്കുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ചില സൂചകങ്ങളും കൂടുതൽ ആലോചിക്കാനുള്ള, ഉറ്റാലോചിക്കാനുള്ള, തദബ്ബുർ നടത്താനുള്ള, തഫക്കുറിലേക്ക് അതേപോലെ തന്നെ കൂടുതൽ വിഷയം മനസ്സിലാക്കാനുള്ള സൂചകങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞു വരുന്ന ആയത്തുകളിൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് സൂറത്തു ആലു ഇമ്രാനിലെ 130-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുളാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. ഇതാണ് വിശ്വാസികളെ വിളിച്ച് അടുത്തതായിട്ട് അള്ളാഹു നമ്മോട് പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ നിന്നും നമ്മളിങ്ങനെ അതിൻ്റെ തുടക്കം മുതലുള്ള ആയത്തുകൾ ഓതിപ്പോരുകയാണ്. എവിടെയൊക്കെയാണ് വിശ്വാസികളെ പ്രത്യേകമായി വിളിച്ച് പറയുന്നത്, അവിടെയാണ് നമ്മൾ വിഷയമെടുക്കുന്നത്. ഈ സൂക്തത്തിൽ 130-ാമത്തെ ആലു ഇമ്രാനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്തു ആലു ഇമ്രാനിലെ, ബഖറയുടെയും ആലു ഇമ്രാൻ്റെയും പ്രത്യേകത നമുക്കറിയാം. അത് മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. കൂടുതൽ ഇടപാടുകളും ക്രയവിക്രയങ്ങളും മുആമിലാത്തുകളും അതേപോലെ തന്നെ ആരാധനകൾക്കപ്പുറം, വിശ്വാസങ്ങൾക്കപ്പുറം മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് മദീനീ സൂറത്തുകളിൽ, മദീനയിൽ അവതരിപ്പിച്ച സൂറത്തുകളിൽ അള്ളാഹു പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നത്. മക്കയിലെ 13 വർഷക്കാലത്തെ പരാമർശങ്ങൾ നോക്കിയാൽ അതിൻ്റെ സിംഹഭാഗവും വിശ്വാസം ദൃഢീകരിക്കാൻ വേണ്ടി വിശ്വാസ കാര്യങ്ങളിലെ വിവിധമായ വിഷയങ്ങൾ, അത് അള്ളാഹുവിലുള്ള വിശ്വാസമാകാം, പരലോക വിശ്വാസമാകാം,
അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാകാം. ആ വിശ്വാസ കാര്യങ്ങളെ തെളിവുകൾ സഹിതം സമർത്ഥിക്കാൻ വേണ്ടിയാണ് മക്കിയായ കാലഘട്ടത്തിലെ ആയത്തുകൾ കൂടുതലും ഉപയോഗിച്ചതെങ്കിൽ മദനി കാലഘട്ടത്തിലെ ആയത്തുകളിലാണ് നമുക്ക് മനുഷ്യർ തമ്മിലുള്ള ജീവിത കാര്യങ്ങളിൽ, ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിലൊക്കെ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള മറ്റു വിഷയങ്ങളിലൊക്കെ സ്വീകരിക്കേണ്ട, അറിയേണ്ട കാര്യങ്ങൾ ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തു ആലു ഇമ്രാനിലും സൂറത്തു ബക്രയിലുമൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിഷയത്തിൽ പരാമർശിക്കുന്ന, ഈ ആയത്തിൽ സൂചിപ്പിക്കുന്ന പലിശ എന്ന വിഷയം. ലോകത്ത് ഏതൊരു കാലഘട്ടത്തിലും മുമ്പ് കറൻസി കണ്ടുപിടിക്കുന്നതിന് മുൻപ്, നമ്മുടെ സ്വർണ്ണ വെള്ളി നാണയങ്ങൾക്കും ഒക്കെ മുമ്പ് ബാർട്ടർ സമ്പ്രദായമായിരുന്നു, സാധനങ്ങൾ കൈമാറുന്ന സമ്പ്രദായം. നമ്മുടെ നാട്ടിലെ ഏലവും ഇഞ്ചിയും കുരുമുളകും ഒക്കെ മറ്റുള്ള നാടുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും നമുക്ക് വേണ്ട, നമ്മുടെ നാട്ടിലില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത് മുതൽ അങ്ങനെയുള്ള ഇന്നത്തെ എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും പൗരാണിക രൂപം മുതൽ നാട്ടിൽ തന്നെ പരസ്പരം നെല്ല് കൊടുത്ത് മറ്റുള്ള വിഭവങ്ങൾ വാങ്ങുക, അരി കൊടുത്ത് അവർക്കില്ലാത്ത പഴങ്ങൾ വാങ്ങുക, അങ്ങനെയുള്ള ആ ബാർട്ടർ സമ്പ്രദായം ആ കാലം മുതൽ മനുഷ്യർക്കിടയിൽ സാമ്പത്തിക രംഗത്ത് അനീതിയുടെ, ചൂഷണത്തിൻ്റെ ഒരു വഴിയായിട്ട് ആളുകൾക്കിടയിൽ നിലനിന്നൊരു സമ്പ്രദായമാണ് പലിശ എന്നത്. ആ പലിശയെ ഇസ്ലാം യാതൊരു സംശയവുമില്ലാത്ത വിധം, ഒരു അവ്യക്തതയും ഇല്ലാത്ത വിധം കൃത്യമായിട്ട് നിരോധിച്ച സംഗതിയാണ്. 7 മഹാപാപങ്ങളെ എണ്ണിയപ്പോൾ നമുക്കറിയാം അനേകം ക്രൈംസ് ഉണ്ട്. ഏതൊരു നാടിൻ്റെ, ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പോൾ ഭാരതീയ നിയമ സംഹിത എന്ന് വിളിക്കപ്പെടുന്ന, പുതിയ പേരിൽ വിളിക്കപ്പെടുന്ന ഇന്ത്യൻ നിയമത്തിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വകുപ്പുകളും ഉപവകുപ്പുകളും അതിൻ്റെ ഉള്ളിലുള്ള വിശദീകരണങ്ങളും ഒക്കെയായിട്ട് ആയിരക്കണക്കിന് ക്രൈമുകളുണ്ട്. പക്ഷെ ആ ക്രൈമുകളിലൊന്നും പലിശ എന്നത് എവിടെയും നമ്മൾ കാണുന്നില്ല. പലിശ ഒരു പാപമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു സാധാരണ ഒരു രാജ്യത്തുള്ള നിയമം എന്തുകൊണ്ട് എല്ലാവർക്കും അനുസരിച്ചുകൂടാ എന്നൊക്കെ ചോദിക്കുന്ന, ശരീഅത്ത് നിയമം എന്തിനാണ് എന്നൊക്കെ വളരെ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു നിയമം എന്തിനിവർ സൂക്ഷിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നമുക്ക് ഒന്നാമതായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക. ഒരു രാജ്യത്തെ നിയമത്തിൽ പലിശ ഒരു ക്രൈമല്ല, കുറ്റമല്ല എങ്കിൽ ഇസ്ലാമിക നിയമത്തിൽ 7 മഹാപാപങ്ങൾ, സബുൽ മുഅബിക്കാത്ത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പഠിപ്പിച്ച 7 മഹാപാപങ്ങളിലെ ഒന്നാണ്. അതും 4ാമതായിട്ട്, ഓർഡറിലാണെങ്കിൽ 4ാമതായിട്ട് എണ്ണിയ മഹാപാപമാണ് റിബ, പലിശ എന്നത്. അങ്ങനെയാകുമ്പോൾ ആ മഹാപാപത്തെ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെടണം. നമുക്കറിയാം, ഒരു വലിയ പാതകം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ആംഗ്യത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു നിഗമനത്തിലൂടെയോ ഉണ്ടായാൽ പോരാ. വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ നസ്സായിട്ടുള്ള തെളിവുകൾ വേണം. ഖുർആനിലെ എല്ലാ പാപങ്ങൾക്കും നമുക്ക് അത് കാണാൻ കഴിയും. അത്തരത്തിൽ വളരെ വ്യക്തമായിട്ട് ഖുർആൻ ഏതാണ്ട് 6 സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞ വിഷയം കൂടിയാണ് ഈ റിബ എന്നത്. അതിലെ യാ യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറയുന്ന ഈ സൂക്തം, ആദ്യം നമുക്കതിൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന രൂപത്തിൽ ഒരായത്ത് നമ്മൾ ഒരു ചർച്ചക്കെടുക്കുകയും ഇവിടെ നിന്ന് 1 മണിക്കൂർ അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങളും പഠനവുമായി തദബ്ബുർ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ആ ആയത്തിന്റെ അർത്ഥം ആര് എവിടെ ചോദിച്ചാലും നമുക്ക് കിട്ടാവുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ഈ പഠന ക്ലാസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു കൂടിയിരുത്തത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു, അതിന്റെ അർത്ഥം അറിയാത്ത ആളുകൾ ഈ തദബ്ബുറിന്റെ ആദ്യ ക്ലാസ് മുതൽ ഇതുവരെ ഇരുന്ന ഒരാൾക്കും അതിന്റെ അർത്ഥം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് യാ അയ്യുഹല്ലദീന ആമനു? ഏയ് സത്യവിശ്വാസികളെ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅകുലു, അക്കല തിന്നു, തഅകുലു നിങ്ങൾ തിന്നുന്നു, ലാ തഅകുലു നിങ്ങൾ തിന്നരുത്. എന്ത് തിന്നരുത്? അരിബ, പലിശ നിങ്ങൾ തിന്നരുത്. എങ്ങനെ? അദ്ആഫൻ മുദാഅഫത്തൻ. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇരട്ടി എന്നാണ്. അദ്ആഫൻ മുദാഅഫത്തൻ,
ഇരട്ടി ഇരട്ടിയായി വാങ്ങുന്ന പലിശ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത് എന്നർത്ഥം പറഞ്ഞു നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബാ അദ്ആഫൻ മുദാഅഫ. ലഇഫ് ഇരട്ടി ഇരട്ടി, അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ്. ഇരട്ടി ഇരട്ടിയായി വാങ്ങുന്ന പലിശ നിങ്ങൾ ഒരിക്കലും ഭക്ഷിക്കരുത്. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയികളാകാൻ സാധിക്കും. ഇതിലിപ്പോ കിട്ടാത്തൊരു വേർഡ് ആകെ അദ്ആഫ് എന്നായിരിക്കും. ലഇഫ്, അദ്ആഫ്, ഇരട്ടി ഇരട്ടികൾ. ബാക്കിയുള്ള എല്ലാ വേർഡും നമ്മൾ സാധാരണ ഖുർആൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കേട്ട് പരിചിതമായിട്ടുള്ള വാക്കുകളാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുദാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി വാങ്ങി പലിശ ഭക്ഷിക്കരുത്. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയികളാകാൻ സാധിക്കും. സാമ്പത്തിക രംഗത്ത് ഒരു മനുഷ്യന് വിജയിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അള്ളാഹു ഇവിടെ നമ്മോട് പറയുന്നത്. അതിനുശേഷം വത്തക്കുന്നാറല്ലത്തി ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ. വത്തക്കുന്നാറ, നിങ്ങൾ എന്തേ സൂക്ഷിക്കണം? വത്തക്കുന്നാറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലത്തി ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, അത് ആർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്? സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കുക. ഇവിടെ സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് ഈ വിഷയം പറയുന്നത്. പിന്നെ പറയുന്ന എന്താ, അവസാനിപ്പിക്കുന്ന എന്താണ്? സത്യനിഷേധികൾക്ക് ഒരുക്കി വെച്ച ആ നരകത്തിലാണ് ഇത് ചെയ്താൽ നിങ്ങൾ പോവുക. അപ്പോ സാധാരണഗതിയിൽ കുറെ പാഠങ്ങൾ ഇതിൽ ചിന്തിക്കാണ്ട്. ഒന്ന്, സത്യവിശ്വാസികളായ ആളുകൾ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ചില തിന്മകൾ ചെയ്താൽ, ചില പാപങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വന്നാൽ അവർ പോവുക എങ്ങനെയായിട്ടായിരിക്കും? സത്യവിശ്വാസികളായിട്ടല്ല. അവരും ആ പാപം ചെയ്താൽ എന്താവും? സത്യനിഷേധികളായി മാറും. കാരണം ഇതാണ് സത്യം എന്ന് അറിഞ്ഞിട്ടും ഒരാൾ ബോധപൂർവം ആ സത്യത്തെ മൂടി വെക്കുകയോ മറച്ചു വെക്കുകയോ, ഇതാണ് തെറ്റ് എന്ന് മനസ്സിലായിട്ടും ആ തെറ്റന്നെ ചെയ്യാൻ ഒരാൾ തയ്യാറാവുകയോ ചെയ്താൽ അയാള് വിശ്വാസിയല്ല. അയാൾ എന്താ പറയാ? അതാണ് നിഷേധി. സത്യമാണെന്ന് മനസ്സിലായി, എന്നിട്ട് അയാൾ എന്ത് ചെയ്യുക? അത് അംഗീകരിക്കാതെ, ആ സത്യത്തെ സ്വീകരിക്കാതെ അയാള് തെറ്റിലേക്ക്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉഇദ്ദത്തിൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ നരകം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നതും ഇത് ഉറ്റാലോചിക്കേണ്ട വിഷയമാണ്. ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ ലിത്വാഈന മആബ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നരകം ഇങ്ങനെ പതിയിരിക്കണം, ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നരകമാണെങ്കിൽ സ്വർഗത്തെക്കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട്. ഉസ്ലിഫത്തിൽ ജന്നത്ത്, അതിനെ ഒരുക്കി കൊണ്ടുവരുമ്പോൾ പിന്നെ ഹാജരാക്കപ്പെടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നരകവും സ്വർഗമൊക്കെ റെഡിയാണ്. അതിലേക്കുള്ള ആളുകൾ ഒരു വിചാരണ കഴിഞ്ഞു കിട്ടിയാൽ മതി. നരകം പിന്നീട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല. അതൊക്കെ എന്തായിട്ടുണ്ട്? ഓൾറെഡി സെറ്റാണ്. ഈ ഭൂമിയിലെ വിചാരണയ്ക്ക് ശേഷം അവർക്ക് പ്രവേശിക്കാൻ പാകത്തിന് അത് അള്ളാഹു റെഡിയാക്കിയിട്ടുണ്ട്. മിഅ്റാജ് രാവിലും റസൂലിനത് നരകത്തിലെയും സ്വർഗത്തിലേക്ക് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് എന്തുണ്ട്? നരകം. അപ്പോ അവിടെ വേറെയും കുറെ ചോദ്യങ്ങൾ നമുക്ക് ആലോചിക്കാനും പഠിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ ആരാ? അവിടെ പോകുമ്പോൾ പിന്നെയും നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടി വരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നിടത്ത്, ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുന്നിടത്ത് ഒരു ചർച്ച ഉണ്ട്. ഈ ലോകമല്ലാത്ത മറ്റൊരു ലോകമുണ്ടോ? ആ ലോകത്ത് ആളുകളുണ്ടോ? അതിന്റെ ചർച്ചയിലേക്ക് പോകുമ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മലക്കുകൾ ചോദിച്ചൊരു സംഗതി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ആളുകളെ നീ സൃഷ്ടിക്കുകയാണോ? അപ്പൊ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഈ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നതും മലക്കുകളെക്കാൾ വേണമെങ്കിൽ ശ്രേഷ്ഠനാകാൻ കഴിയുന്നതും അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പ് ഈ മനുഷ്യൻ നൽകിയതിനെ കുറിച്ചൊക്കെ അവിടെ കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വിഷയം പലിശ ആയതുകൊണ്ടും ഈ പലിശയെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടതുകൊണ്ടും ഞാൻ വിശദമായിട്ട് ആ ഭാഗത്തേക്ക് വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും വിശ്വാസികളായ ആളുകളോട് നിങ്ങൾ ഇരട്ടിയായി പലിശ തരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഇരട്ടി പലിശയെ മാത്രമാണോ ഖുർആൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് തോന്നിയിട്ടുണ്ടോ? അതാണ് നമ്മൾ തദബ്ബുർ നടത്തേണ്ടത്. എന്താ? ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇരട്ടി വാങ്ങുന്ന പലിശ മാത്രം, മിതപ്പലിശയെ ഖുർആൻ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് നോർമൽ പലിശയെ എന്ത് ചെയ്യുന്നില്ല, ഇതാകുന്നില്ല. ഇരട്ടി പലിശയെ മാത്രമാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്, നിഷിദ്ധമാക്കുന്നത് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഓറിയന്റലിസ്റ്റുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഖുർആനെ അവർക്ക് ഉള്ള താല്പര്യത്തിനനുസരിച്ച്
അതിനെ മുൻഗാമികൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചെന്നോ അല്ലെങ്കിൽ മുഫസ്സിരിങ്ങളുടെ വാദം ഒന്നും നോക്കാതെ വ്യാഖ്യാനിക്കുന്ന ഒരു വിഭാഗം. അപ്പൊ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇരട്ടി പലിശയെ മാത്രമാണ് 100 കൊടുത്ത് 200 വാങ്ങുന്നതിന് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഖുർആൻ വിലക്കിയിട്ടുള്ളത്. മിതപ്പലിശയെ ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല. മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ളവരും ഉണ്ട്, അല്ലാത്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ അത് ഖുർആനെ അവരെ എന്ത് ചെയ്യുക, പിന്നെ മോഡേണിസത്തോട് യോജിപ്പിച്ച് വ്യാഖ്യാനിക്കുക. അപ്പൊ ഈ രൂപത്തിൽ പിന്നെ ഒരു വ്യാഖ്യാനം വരുമ്പോൾ നിങ്ങൾ എന്ത് പറയും? നമ്മൾ തദബ്ബുറാണ്, നമുക്കിങ്ങനെ ഓടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളും ആലോചിക്കുന്നുണ്ടാവും, എന്താ പറയാ, ഇരട്ടി പലിശയെ മാത്രമാണ് ഖുർആൻ വിലക്കിയിട്ടുള്ളത്, മിതപ്പലിശയെ ഖുർആൻ വിലക്കിയിട്ടില്ല. ആ പ്രയോഗത്തിന്, ഈ പ്രയോഗത്തിന് എന്താ പറഞ്ഞത്? അത് ആഫൻ മുദാഫ, ഇരട്ടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തത്, പലിശ തിന്നരുത്. അപ്പോൾ വേറെ ഈ ഒരു ആയത്തിൽ മാത്രമാണ് റിബയെ കുറിച്ച് പറയുന്നതെങ്കിൽ എന്താണ് ആ വാദം ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഖുർആനിൽ റിബയെ കുറിച്ച് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ റിബയെ കുറിച്ച് പറഞ്ഞത് സൂറത്ത് ബക്കറയിലെ 275, 277, 279, 277, 75, 76, 79 അല്ലേ? അപ്പൊ ആ 4 ആയത്തും ആദ്യം നോക്കാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് നിസായിൽ 161 ആയത്തിൽ, പിന്നെ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് റൂമിൽ 39 ആയത്തിലുമാണ്. അപ്പൊ നമുക്ക് ആദ്യം സൂറത്ത് ബക്കറയിൽ 275 ആയത്ത് അത് നോക്കാം. കാരണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാം. വലിയ ആയത്താണ്. അപ്പൊ നമുക്ക് പിന്നെ കുറെ വിശദീകരിക്കാൻ ഉണ്ടാവില്ല. ഒന്ന് ഓതാൻ കിട്ടുന്നുണ്ടോ അവിടെ നോക്കിയിട്ട്? الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. 275 ആയത്ത്. അല്ലദീന യഅ്കുലൂന റിബ, അല്ലദീന ഒരു കൂട്ടർ, യഅ്കുലൂന റിബ അവര് പലിശ തിന്നുന്നു. ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാച് ബാധിച്ച് എഴുന്നേൽക്കുന്നവനെ പോലെയല്ലാതെ അവൻ എഴുന്നേൽക്കുകയില്ല. നാളെ പരലോകത്ത് പലിശ ഭുജിച്ചവൻ എങ്ങനെയാണ് വരിക എന്ന് പറയുന്ന ഹദീസുകളിൽ വലിയ വീട് പോലത്തെ വലിയ വയറുമായിട്ട്, കൊടവയറുമായിട്ട് വരുന്നു. അതേപോലെ ശൈത്വാനു മിനൽ മസ്, അറബികൾ ഭ്രാന്ത് എന്നതിന് മസ് അൽ ജുനൂൻ, ഭ്രാന്ത് എന്നതിന് അറബികൾ പ്രയോഗിക്കുന്ന പദാണെന്ത്? മസ്സ ശൈത്താൻ, പിശാച് ബാധിക്കുക, പിശാച് പിടികൂടുക. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഒരു എഴുന്ന പടഞ്ഞ് പിന്നെ വീണ് ഇരുണ്ട് വരുന്നത് പോലെ ആയിരിക്കും അവര് പലിശ നിന്ന ആള് വരിക. ദാലിക ബി അന്നഹും, അതിന്റെ കാരണം എന്താണ്? ബി അന്നഹും ഖാലു, തീർച്ചയായിട്ടും അവർ പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലു റിബ, പലിശ എന്താണ്, ഇൻട്രസ്റ്റ് എന്നുള്ളത് അത് ബിസിനസ് പോലെ തന്നെയാണ്. പലിശ എന്നുള്ളത് കച്ചവടം പലിശയെ പോലെയാണ്. ഇതൊരു കച്ചവടമാണ്, ബിസിനസ്സാണ്. നമ്മൾക്ക് എളുപ്പം മനസ്സിലാവുന്ന ഭാഷ എന്താ? ഇതൊരു ബിസിനസ് ആണെന്ന് അവർ പറഞ്ഞു. ബിസിനസ് എന്താണ്? അത് അള്ളാഹു ഹലാലാക്കിയ സംഗതിയാണ്. വഹല്ലല്ലാഹു അൽ ബൈഅ, അള്ളാഹു ഹലാലാക്കിയതാണെന്ത്? ബിസിനസ്, കച്ചവടം. എന്നാൽ വഹറമ റിബ, പലിശ അള്ളാഹു എന്താക്കിയതാണ്? നിഷിദ്ധമാക്കിയാണ്. അവിടെ ഇരട്ടി പലിശ എന്ന് പറഞ്ഞിട്ടില്ല. പലിശ അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതിയാണ്, കച്ചവടം അള്ളാഹു ഹലാലാക്കിയ സംഗതിയാണ്. ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി ഫൻതഹ ഫലഹു മാ സലഫ, അള്ളാഹുവിന്റെ അടുത്ത് നിന്നും സതുപദേശം വന്നെത്തിയതിനു ശേഷം ആരെങ്കിലും പിന്തിരിഞ്ഞാൽ ഫലഹു മാ സലഫ, മുമ്പ് വാങ്ങിയതൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതൊക്കെ അവന് പ്രശ്നമില്ല. ഇത് ഈ പലിശന്റെ ഈ ആയത്ത് ഇറങ്ങുന്ന പശ്ചാത്തലം ഈ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിലെ വിടവാങ്ങൽ പ്രസംഗത്തിലെ ഒരു ഭാഗത്ത് പലിശയെ നിഷിദ്ധമാക്കി, ഏറ്റവും ആദ്യം നിഷിദ്ധമാക്കുന്ന പലിശ എൻ്റെ അമ്മാവൻ ആരാണ്? എവിടെ കേട്ടില്ലേ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ബിൻ അബ്ദുൽ, അതെന്താ? റസൂല് വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ്.
അന്നത്തെ പലിശ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട അതൊരു കച്ചവടമാക്കി നടക്കുന്ന ആളാണ് ആര്? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. റസൂൽ പറഞ്ഞ ആദ്യം ഞാൻ എൻ്റെ കാലിൻ്റെ പലിശ ആയിരുന്നാണ് എൻ്റെ അമ്മാവൻ എൻ്റെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശയാണെന്ന് പറഞ്ഞിട്ട് അവിടെ. അതിനുശേഷം റസൂല് മക്കത്തുനിന്ന് മദീനയിലേക്ക് തിരിച്ചുപോയി. മക്കത്ത് മദീനയിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ സക്കീഫ് ഗോത്രക്കാർക്ക് മുഗീറ കുടുംബത്തിൽ നിന്നും കുറെ പലിശ കിട്ടാനുണ്ട്. അപ്പോ പിന്നെ മുഗീറ കുടുംബക്കാരെന്ത് പറഞ്ഞു? പലിശ എന്താക്കിയിട്ടുണ്ട്? നിഷിദ്ധാക്കിയിട്ടുണ്ട്, ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞു. സക്കീഫേരോ അത് പണ്ടത്തെ ഞങ്ങൾക്ക് കിട്ടുമാണ്. അങ്ങനെ ഒരു പ്രശ്നം അവർക്കിടയിൽ വന്നപ്പോ അവിടെ മക്കയിലെ അമീറായിരുന്ന അത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അവിടെയാണ് ഈ ആയത്തുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നല്ലേ ഇതിന്റെ സബബുൻ നുസൂൽ, ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വിശദീകരണം പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുകയും ഈ ആയത്ത് പറയുകയും ചെയ്തപ്പോൾ പിന്നെ ഇവര് സക്കീഫ് കുടുംബം എന്ത് ചെയ്തു? ഞങ്ങൾക്ക് പലിശ വേണ്ട, മുമ്പ് പോലെ വാങ്ങിയത് അങ്ങനെ അവർ ഒഴിവാക്കിയെന്നുണ്ട്. അങ്ങനെ ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി, ആർക്കെങ്കിലും റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സതുപദേശം വന്നെത്തിയാൽ. ഇപ്പൊ നമ്മൾ ഈ പലിശയെ കുറിച്ച് ഈ ക്ലാസ്സിൽ ഇരിക്കാത്ത ഒരാള്, ഈ ക്ലാസ്സിൽ എന്നല്ല ഒരു ഖുർആൻ ക്ലാസ്സിലും ഇരിക്കാത്ത ഒരാള്, കാനേഷുമാരി മുസ്ലിങ്ങളിൽ പെട്ട എത്രയോ ആളുകൾ ഉണ്ടാവും. ബാങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയും അതിന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയൊക്കെ തിക്കിത്തിരക്കുന്ന, അതേപോലെ തന്നെ പിന്നെ പലിശ ലോൺ കൊടുക്കാൻ വേണ്ടി എഴുതി കൊടുക്കാൻ വേണ്ടി അതൊരു പണിയായിട്ട് അതൊരു ഭയങ്കര സാമൂഹ്യ സേവനമൊക്കെ ആയിട്ട് സ്വീകരിക്കുന്ന, ലോൺ വാങ്ങിക്കൊടുക്കുന്ന, ലോൺ എടുത്തു കൊടുക്കുന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒന്നും ഒരു പലിശയുമായിട്ടൊന്നും അത്ര ഒരു ആലോചന ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ വിഷയത്തിലൊരു ഗ്രാഹ്യത ഇല്ലാത്ത എത്രയോ ആളുകൾ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആർക്കെങ്കിലും ഈ സതുപദേശം അള്ളാഹുവിൽ നിന്ന് വന്നു, അവർക്കൊന്നും ഞങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് സക്കീഫ് ഗോത്രത്തിന് റസൂല് ഞാൻ പലിശയെ നിഷിദ്ധമാക്കിയെന്ന് പറഞ്ഞ് ആ മക്ക വിജയശേഷമുള്ള വിടവാങ്ങൽ പ്രസംഗത്തിന് ശേഷം തിരിച്ചു പോയതിനു ശേഷം ഇവർക്കിടയിൽ ഉണ്ടാവുന്ന സംശയം എന്ത്? ആദ്യത്തത് മുമ്പത്തത് അല്ലെങ്കിൽ കൊടുത്തത് വാങ്ങാൻ പറ്റുമെന്നൊക്കെ അല്ലേ. ആ സമയത്താണ് ഈ റബ്ബിന്റെ അടുക്കൽ നിന്നും ഈ മൗഇദത്ത് വന്നതിന് ശേഷം അത് ഒഴിവാക്കാണ് വേണ്ടത്. മാ സലഫ വ അംറുഹു ഇലല്ലാഹ് വമൻ ആദ ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. പിന്നെയും ആരെങ്കിലും അതിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഉലൈക അസ്ഹാബുൻ നാർ, അവരാരാണ്? നരകത്തിന്റെ ആളുകളാണ്. ഹും ഫിഹാ ഖാലിദൂൻ, അവര് അതിൽ ശാശ്വതരായിരിക്കും. എന്നിട്ട് പറയാ അടുത്ത ആയത്ത് 276 ആയത്ത്, യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്. മായ്ക്ക, നമ്മള് മിംഹാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് എറൈസർ എന്നാ പറയാം കുട്ടികൾ ഉപയോഗിക്കുന്നത്. അപ്പോ യംഹഖുല്ലാഹു റിബ, അള്ളാഹു എന്താക്കി? യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്, പിന്നെ പലിശ അള്ളാഹു മായ്ച്ചു കളഞ്ഞു. വയുർബി സ്വദഖാത്ത്, സ്വദഖ അള്ളാഹുവോ വളർത്തി പരിപോഷിപ്പിക്കുകയും ചെയ്തു. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം, നിഷേധികളായ അതിയായിട്ട് കുറ്റം ചെയ്യുന്ന ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടൂല. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ കാര്യം പറഞ്ഞിട്ട് പിന്നെയും അതിനെ ഇങ്ങനെയല്ലേ കൊടുത്തല്ലേ, അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഈ വിഷയം പറയുന്നത് 278 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ. അത് നിങ്ങൾ എടുത്തു പോയതായിരിക്കും അല്ലെ. സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന ആയത്തിൽ വന്നതായിരിക്കും, വിശദീകരിച്ചിട്ടുണ്ടാവും. എന്നാലും യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണേ. വദറൂ മാ ബഖിയ മിനർ റിബ, റിബയിൽ നിന്നും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഒഴിവാക്കി വിട്ടുകൊടുക്കി. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഈ റിബ എന്നുള്ളത് ഇന്നു മുതൽ നിഷിദ്ധമാക്കിയെന്ന് പറഞ്ഞു. ആ റിബയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വന്നു. അവരോട് വളരെ ഗണ്യതമായി പറയണത്, വിശ്വാസികളെ നിങ്ങൾക്ക് പലിശയിൽ നിന്നും വല്ലതും ബാക്കി നിങ്ങൾ ഒഴിവാക്കി കൊടുക്കി. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഫഇല്ലം തഫ്അലു, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, ഫഇല്ലം തഫ്അലു, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറാകുക. പിന്നെല്ലാം എന്താണ്? പിന്നെ നിങ്ങൾ ചെയ്യൂല പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യണത്?
അള്ളാഹുവിനോട് റസൂലിനോട് പിന്നെ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുന്നത്, പോരടിക്കാൻ തയ്യാറാകുന്നത്. വൈൻ തുബുത്തും ഫലക്കും റുഊസ് അംവാലിക്കും, നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ, ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂലധനം കിട്ടും. ഇപ്പൊ ഒരാള് 10,000 റുപ്യ കൊടുത്തു, 15,000 റുപ്യ പലിശ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ പലിശക്ക് ഒഴിവാക്കി 15,000 ഒഴിവാക്കണ്ട, എന്തൊഴിവാക്കിയാൽ മതി? 5,000 പലിശ ഒഴിവാക്കിയാൽ മതി. റൂസ് അംബാൽ, മൂലധനം, ക്യാപിറ്റൽ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ, ആക്രമിക്കാനും പാടില്ല, ആക്രമിക്കപ്പെടാനും പാടില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ കൊടുത്തത് ഇപ്പൊ പലിശക്കാർ കൊടുത്തതുകൊണ്ട് ഈ 10,000 പോകാനും പാടില്ല, ഇയാൾക്ക് മറ്റവർക്ക് 15,000 കൊടുത്ത് ബുദ്ധിമുട്ടാനും പാടില്ല. ഇങ്ങനെയാണ് സൂറത്തുൽ ബഖറയിൽ ഈ വിഷയം അവസാനിപ്പിക്കുന്നത്. അപ്പോ ആലു ഇമ്രാനിലെ 130-ാമത്തെ ആയത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ആ വിഷയം അവിടെ നിങ്ങൾ ഇരട്ടിയായിട്ട് പലിശ വാങ്ങി തിന്നരുതേ എന്ന് പറയുമ്പോൾ ഇരട്ടി അല്ലാത്തതൊക്കെ നമുക്ക് തിന്നാം. മഫ്ഹൂം മുഖാലഫ എന്ന് പറയുന്ന സംഗതി ഉണ്ട് പിന്നെ ഫിഖയിൽ. എന്താ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥം മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് അർത്ഥം എന്താണ്? പലിശ ഇരട്ടി അല്ലെങ്കിൽ മിതപ്പലിശ ആണെങ്കിൽ തിന്ന, അങ്ങനെയല്ല. അവിടെ ഇന്നമാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് പലിശ നിഷിദ്ധമാണെന്ന് എന്തായിട്ടുണ്ട്? നെസ്സായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരട്ടി പലിശ, പകുതി പലിശ എന്ന വിഷയം എന്ത് ചെയ്യുന്നില്ല, അവിടെ ഉദ്ധരിക്കുന്നില്ല. പിന്നെ ഈ വിഷയം യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞു തുടങ്ങിയത് സൂറത്തുൽ ബഖറയിൽ 287-ാമത്തെ 88-ാമത്തെ ആയത്ത് മുമ്പ് എടുത്തുകൊണ്ട് ഇനി അത് വീണ്ടും എന്ത് ചെയ്യണ്ട, നമ്മൾ തദബ്ബുറിന്, അന്ന് നിങ്ങൾ തദബ്ബുറിന് വിധേയമാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയുമ്പോൾ അല്ലേ ഒരുവിധമൊക്കെ കിട്ടുന്നുണ്ടല്ലോ ആ വിഷയം ഇൻഷാ അല്ലാഹ്. അപ്പോ ഏതായിരുന്നാലും പിന്നെ അടുത്ത് ഈ വിഷയം പറയുന്നത് സൂറത്തു നിസായിലെ 161-ാമത്തെ ആയത്തിലാണ്. അവിടെ യഹൂദന്മാരെ എന്തുകൊണ്ട് അള്ളാഹു അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഹലാലായ കാര്യങ്ങൾ തന്നെ ഹറാമാക്കി എന്ന് പറയുന്ന വിഷയം മോളിങ്ങനെ പറഞ്ഞു വരികയാണ്. അവര് വബി കുഫിരിഹിം വ ഖൗലിഹിം അലാ മറിയം ബുഹ്താൻ അളീമ, അവരുടെ നിഷേധ നിമിത്തം മറിയം ബീവിനെ കുറിച്ച് അവർ തോന്നിയാസം പറഞ്ഞ നിമിത്തം. എന്താണ് തോന്നിയാസം പറഞ്ഞത്? വ്യഭിചരിച്ചുണ്ടായ കുട്ടിയാണ് ആര്? ഈസാ നബി എന്ന് പറഞ്ഞ്. വ ഖൗലിഹിം, അതേപോലെ തന്നെ അവരുടെ വാക്ക് നിമിത്തം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹി വമാ ഖതലുഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. മറിയമിന്റെ മകനായ ഈസയെ കുറിച്ച് അവർ പറഞ്ഞെന്താ? അവർ പറഞ്ഞു ഇന്നാ ഖതൽനൽ മസീഹ, ഞങ്ങൾ മസീഹായ ഈസാ നബിയെ കൊന്നു കളഞ്ഞു. റസൂലുള്ളാഹ്, ആരാണത്? അള്ളാൻ റസൂല. വമാ ഖതലുഹു, ഓര് കൊന്നിട്ടില്ല. വമാ സ്വലബൂഹു, അവർ കുരിശ് തറച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് ആള് മാറുകയാണ്, സദൃശ്യമാകുകയാണ് ഉണ്ടായത്. ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅ അദ്ദന്നി വമാ ഖതലുഹു യഖീന. ആ കൊന്നു എന്ന് പറഞ്ഞ വിഷയത്തിൽ അവർക്കിടയിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തെ അവരെന്ത് ചെയ്തിട്ടില്ല, കൊന്നിട്ടില്ല. ഈസാ നബിയെ കുരിശ് തറച്ച് കൊന്നു കളഞ്ഞു എന്ന യഹൂദന്മാരുടെ വാദത്തെ അള്ളാഹു എന്ത് ചെയ്യാണ്, ഗണ്ണിക്കുകയാണ്. കാരണം യേശു ക്രിസ്തു ഈ കള്ളപ്രവാചകനായിരുന്നു, അവൻ ഞങ്ങൾ ശപിക്കപ്പെട്ടവനായിരുന്നു, അവനെ കുരിശിലേറ്റുന്നതാണ് ആരുടെ വാദം? ജൂതന്മാരുടെ വാദം. അത് അംഗീകരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനിയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് യേശു ദൈവമാണെന്ന് പറയാം, അതേ ദൈവത്തെ മനുഷ്യന്മാരൊക്കെ പാടെ പിടിച്ച് കുരിശ് കയറ്റി കൊന്നു കളഞ്ഞു എന്ന് പറയുന്ന ഒരു വിരോധാഭാസം. എന്താണ് ഖുർആൻ പറയുന്നത്? വമാ ഖതലുഹു, അദ്ദേഹത്തെ കൊന്നിട്ടില്ല. വമാ സ്വലബുഹു, കുരിശ് തറച്ചിട്ടില്ല. പിന്നെന്താ ഉണ്ടായത്? ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. വക്കാനല്ലാഹു അസീസൻ ഹക്കീം, അള്ളാഹ്ക്ക് അത് കഴിയോ? അള്ളാഹു അസീസാണ്, ഹക്കീമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് അദ്ദേഹത്തിൽ അഹ്ലുൽ കിതാബിൽ ഒരാളും വിശ്വസിക്കാതിരിക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ, ഖിയാമത്ത് നാളിലാകട്ടെ അവർക്ക് മേൽ അദ്ദേഹം സാക്ഷിയുമായിരിക്കും. ഇത് രണ്ടും വ്യാഖ്യാനം പറയുന്നുണ്ട്. ഞാനിപ്പോൾ അവിടേക്ക് പോകുന്നില്ല, എന്നാലും സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈസാ നബിന്റെ ആഗമനവും മഹ്ദിന്റെ ആഗമനവും ഒക്കെ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചർച്ചയാക്കുന്ന ഒരു സമയമാവുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഒരാളും അവരുടെ മരണത്തിന് മുൻപ് ഈസാ നബിയുടെ ഈ വിഷയം മനസ്സിലാക്കാതിരിക്കുകയില്ല എന്നും അല്ല, ഈസാ നബി വന്ന് മരിക്കുന്നതിന് മുൻപ് ഇവർക്കത് മനസ്സിലാകാതിരിക്കുകയില്ല എന്ന് രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതായാലും അതിനുശേഷമാണ് പറയുന്നത് ഫബിളുൽമി മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം അത്വയ്യിബാത്ത്,
ഇതേപോലെ അവരുടെ അക്രമ നിമിത്തമാണ് യഹൂദന്മാർക്ക് ചില തൊയ്യിബാത്തുകൾ നാം ഹറാമാക്കിയത്. നല്ല സംഗതികൾ തന്നെ അവർക്ക് എന്തിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വേറെ സൂറത്ത് അൻആമിൽ വേറെ പറയുന്നുണ്ട്, ഈ മുതുക് ഇറച്ചിയോ എല്ലിനോട് ചോർന്നുള്ള ഇറച്ചി നെയ്യൊക്കെ അവർക്ക് നിഷിദ്ധമാക്കി. കാരണം അവരുടെ അക്രമ നിമിത്തം. ഉഹില്ലത്ത് ലഹും വബിസ്വദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ. അങ്ങനെ അവരെന്ത് ചെയ്തു, ദൈവിക മാർഗത്തിൽ നിന്നും പടച്ചവന്റെ മാർഗത്തിൽ നിന്നും ആളുകളെ തടയുകയും ചെയ്തുകൊണ്ട് വ അഹ്ദിഹിം അർരിബ. അവിടെയാണ് നമ്മളെ വിഷയം. അവരെന്ത് ചെയ്തു, പലിശ സ്വീകരിച്ചു. വഖദുനുഹു അൻഹു, അതവർക്ക് എന്തായിരുന്നു, നിഷിദ്ധമായിരുന്നു. അവർക്ക് നിഷിദ്ധമായ ആ പലിശ അവർ സ്വീകരിച്ചത് കൊണ്ടും വഅക്ലിഹിം അംവാലുന്നാസി ബിൽ ബാത്തിൽ, അതേപോലെ തന്നെ അന്യായമായിട്ട് ജനങ്ങളുടെ ധനം അവര് ഭക്ഷിച്ചത് കൊണ്ടും വഅഅ്തദിനാലിൽ കാഫിരീന മിൻഹും അദാബൻ അലീമ. അപ്രകാരം സത്യനിഷേധികളായ ആളുകൾക്ക് നാം കഠിനമായ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെയും എന്ത് പറഞ്ഞു, അവര് പലിശ സ്വീകരിച്ചത് കൊണ്ടും അവരെ അള്ളാഹു ശപിച്ചതും അവർക്ക് ഹലാലായ കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല തൊയ്യിബാത്തായ കാര്യങ്ങൾ പോലും അവർക്ക് എന്താക്കി, നിഷിദ്ധമാക്കി. അപ്പൊ അത്രയും ഒരു പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി അവർക്ക് നിഷിദ്ധമാക്കാൻ കാരണമായിട്ടുള്ള ഒരു മഹാപാപമായിട്ടാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്, പലിശ അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. ഇനി പിന്നെ ഈ വിഷയം പറയുന്നത് സൂറത്തു റൂമിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തു റൂമിലെ 39-ാമത്തെ ആയത്തിലാണ്. വമാ ആതൈതും മിനർ റിബ ലിയർബു ഫീ അംവാലിന്നാസി ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിനസ് സകാത്തി തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹും മുദ്ഇഫൂൻ. സൂറത്ത് റൂമിലെ 39-ാമത്തെ ആയത്തിൽ വമാ ആതൈതും മിനർ റിബ, എന്താ അർത്ഥം? വമാ ആതൈതും മിനർ റിബ ലിയർബു ഫീ അംവാലിന്നാസി, ജനങ്ങൾ എന്ത് ചെയ്യും, പലിശക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടി, സ്വത്ത് കൂടാൻ വേണ്ടി. സാധാരണ പലിശക്ക് കൊടുക്കുന്നതിനാ, നമ്മുടെ നാട്ടിലെ വട്ടിപ്പലിശക്കാരാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ബാങ്കുകാരാണെങ്കിലും ഒക്കെ പലിശക്ക് കൊടുക്കണ അവരുടെ ലക്ഷ്യം എന്താ, ഇതെന്ത് ചെയ്യും, ഇത് വെറുതെ പറഞ്ഞാൽ അധികരിക്കൂല, അപ്പം എന്ത് ചെയ്യുക, പലിശക്ക് കൊടുത്താൽ അങ്ങനെ വളരും എന്നാണ് അവർ ധരിക്കുന്നത്. എന്നാൽ ആ ഒരു വളർച്ച അവർക്കുണ്ടാവൂല. അള്ളാന്റെ അടുക്കൽ എന്തുണ്ടാവില്ല, അതിനൊരു വളർച്ച ഉണ്ടാവില്ല. വമാ ആതൈതും മിനസ് സകാത്തി തുരീദൂന വജ്ഹല്ലാഹ്, പിന്നെ എന്താണ് അള്ളാന്റെ അടുത്ത് വളരുക? ആരെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് സക്കാത്ത് കൊടുത്താൽ അതെന്ത് ചെയ്യും, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് സൂറത്ത് ബഖറയിൽ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു ധാന്യമണി പോലെ. ആ ധാന്യമണി മണ്ണിലിട്ടാൽ അതൊരു ചെടിയായിട്ട്, ആ ചെടിയിൽ 7 കതിരായിട്ട് 7 കതിരിൽ 700 ധാന്യമണിയിട്ട് അപ്രകാരം ആ സ്വതക്കെ അള്ളാഹു വളർത്തുന്ന പറഞ്ഞത് ഇതിന്റെ വിശദീകരണമായിട്ട് പറയാം. ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവർക്കാണ് ഇരട്ടി ഇരട്ടിയായിട്ട് എന്ത് ചെയ്യുക, ഈ അദ്ആഫ് എന്ന് വന്നില്ലേ, അതേ വാക്ക്. അപ്പൊ ഇവിടെ ഈ ആയത്തിലും കൂടിയാണ് പലിശയെ കുറിച്ച് അള്ളാഹു പ്രയോഗിക്കുന്നത്. എവിടേക്കാണ് പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പലിശ ഭക്ഷിക്കരുത്, ഇരട്ടി ഇരട്ടിയായിട്ട് പലിശ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ ഭാഗത്തിന്റെ വിശദീകരണമായിട്ട് വന്ന ആയത്തുകൾ എവിടേക്കാണ്? ഇപ്പൊ നമ്മള് ആലു ഇമ്രാനിലെ 130-ാമത്തെ ആയത്താണെന്ന് തദബ്ബുറിന് വിധേയമാക്കുന്നത്. ആലോചിച്ച് പഠിക്കാൻ വേണ്ടി, കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് സൂറത്ത് ആലു ഇമ്രാനിലെ 130-ാമത്തെ ആയത്താണ്. ആ 130-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായിട്ട് പലിശയുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിൽ ഖുർആൻ പറയുന്ന വിഷയങ്ങൾ അത് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചു. കാരണം പലിശ എന്നൊരു വിഷയം, പ്രത്യേകിച്ചും ഇരട്ടിയായിട്ടുള്ള പലിശ മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ എന്നൊക്കെ വാദിക്കാൻ സാധ്യതയുള്ള ഒരു ആയത്ത് കൂടി ആയതുകൊണ്ട്, അങ്ങനെയാണോ ഖുർആൻ പലിശയുമായി ബന്ധപ്പെട്ട മറ്റ് ആയത്തുകൾ എന്ത് പറയുന്നു എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഏതൊക്കെ എടുത്തത്? സൂറത്ത് ബഖറയിലെ 275, 276, 277, പിന്നെ 278. അപ്പൊ ഈ 4 ആയത്തുകളിലും പലിശയെ കുറിച്ച് പറഞ്ഞു. പിന്നെ എവിടെ പറഞ്ഞത്?
ആലുംബ്രാല് ബക്കറ കഴിഞ്ഞ അടുത്ത അധ്യായമാണ് ആലുംബ്രാൻ, അതിലെ 110-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. പിന്നെ പറഞ്ഞത് സൂറത്തു നിസായില് 161-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ പലിശയെ കുറിച്ച് പറയുന്നത് എന്താണ്? തൊട്ട് മുകളിൽ യഹൂദന്മാർ എന്തുകൊണ്ട് അള്ളാഹു ശപിച്ചു, എന്തുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഹറാമാക്കി എന്ന് പറയുന്നതിന്റെ കുറെ കാരണങ്ങൾ ഈസാ നബിയെ കുറിച്ചും മറിയം ബീവിയെ കുറിച്ചും അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ, ഈസാ നബിയെ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ കുരിശു തറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അവർ പലിശ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അതുപോലത്തെ ഒരു മഹാപാപമായിട്ടാണ് അവിടെ എന്ത് പറയുന്നത്? പലിശയെ കുറിച്ച് പറയുന്നത്. പിന്നെ പലിശയെ കുറിച്ച് പറഞ്ഞത് സൂറത്ത് റൂമിലെ 30-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ സൂക്തത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് പലിശ ഇടപാട് നടത്തുന്നത്. പക്ഷെ എന്ത് ചെയ്യൂല? അള്ളാഹിന്റെ അടുത്ത് ഒരു വളർച്ച ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ നിങ്ങൾക്ക് വളരണം എന്ന് വിചാരിച്ചിട്ട് സമ്പത്ത് ക്രയവിക്രയം ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? സക്കാത്ത് കൊടുക്കണം. എന്ന വളരുന്ന സമ്പത്ത് സക്കാത്ത് മാത്രമാണ്. പലിശ അള്ളാഹു ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുക. യംഹഖുല്ലാഹു റിബ എന്ന് പറയല്ലേ, അത് ഇല്ലാതാക്കാൻ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുക എന്നും പറഞ്ഞു. അപ്പൊ പലിശ ഒരിക്കലും ഒരാളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാവൂല. പലിശയുമായിട്ടുള്ള ഇടപാടുകൾ അവരുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കൂല എന്ന് മാത്രമല്ല, അത് ഏതെങ്കിലും രൂപത്തിൽ അവരുടെ സമ്പത്തിന് എന്ത് ചെയ്യും? ക്ഷയിപ്പിക്കും. ഇഹലോകത്തും ക്ഷയിപ്പിക്കും, പരലോകത്ത് അതിന്റെ ശിക്ഷയും അവരനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇനി അതുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ നമുക്കറിയാം, ഇഷ്ടംപോലെ ഹദീസുകളുണ്ട്. റിബ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കുറേ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു 2 ഹദീസ് മാത്രം, കാരണം നമ്മളെ മനസ്സിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് ഇപ്പൊ നമ്മൾ ഒരു തദബ്ബുർ ക്ലാസ് കഴിഞ്ഞു, ഈ യാ യുവല്ലദീന ആമനു എന്ന ഒരു ആയത്ത് കൊണ്ട് നമ്മളിവിടെ 1 മണിക്കൂർ ഡിസ്കഷൻ നടത്തിയെങ്കിൽ നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഈ വിഷയം നാട്ടിൽ പോയാലോ, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മറ്റുള്ള യൂത്തിനിടയിലോ ഒരു 4 ആളുകൾ ഇരിക്കുന്ന ഒരു പിന്നെ നമ്മളെ റൂമിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ആയത്ത് വെച്ചുകൊണ്ട് നമുക്ക് തദബ്ബുർ നടത്താൻ കഴിയണം. നമുക്കത് ആലോചിക്കാനും പഠിക്കാനും കൂടെയുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയണം. അതിനുവേണ്ടി നമ്മൾ 2 ചെറിയ ഹദീസുകൾ അഡീഷണൽ ആയിട്ട് നമുക്കതിൽ കാണാം. അതിലൊന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന 5 ഹദീസ് ഗ്രന്ഥങ്ങളിലും പിന്നെ വന്നിട്ടുള്ള, തുർമുദി ഒഴികെയുള്ള പിന്നെ 5 ഹദീസ് ഗ്രന്ഥങ്ങളിലും സിഹാഹ് സിത്തയിലെ 5ലും വന്നിട്ടുള്ള ഒരു ഹദീസാണ്. എല്ലാവർക്കും അറിയാത്, എല്ലാവരും നമ്മൾ പറയാറുണ്ട്. ലഅന റസൂൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅന ആകിലു റിബ വ മൂകിലഹു. കേട്ടിട്ടുണ്ടാവും, ആകിലു റിബ വ മൂകിലഹു. ആകിൽ തിന്നുന്നവരും മൂക്കിൽ തീറ്റിക്കുന്നവനെയും, വ ഷാഹിദൈഹി വ കാതിബഹു, അതിന്റെ 2 സാക്ഷികളെയും അതിന്റെ എഴുത്തുകാരനെയും. അപ്പൊ ഇത് ഈ ഹദീസ് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് ബാങ്കിലൊക്കെ ജോലി കിട്ടിയാലും, അതേപോലെ തന്നെ ബാങ്കിന് നമ്മൾ പിന്നെ ഈ കെട്ടിടങ്ങളൊക്കെ വാടക കൊടുക്കുമ്പോഴും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് അത് പറ്റുമോ പറ്റൂല, അതൊക്കെ അവനെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്താണ് ഇങ്ങനെ നമ്മൾ ഒരു സംശയമുള്ളത് വിട്ടിട്ട് സംശയം ഇല്ലാത്ത എടുക്കുക എന്നാണ് പൊതുവായിട്ട് മതത്തിൽ. അപ്പൊ അങ്ങനെ സംശയം നമുക്ക് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യണ്ട? പിന്നെ ഇസ്ലാമിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇസ്ലാമിക ബാങ്ക് എന്നുള്ള സമ്പ്രദായം തന്നെ ലോകത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതി, ഒരു ധനകാര്യ സ്ഥാപനമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഒരു പിന്നെ രാജ്യത്തിന്റെ, ഏതൊരു രാജ്യത്തിന്റെയും ധനകാര്യ സ്ഥാപനമായി മാറിയ ഒരു ഗവൺമെന്റിന്റെ പാർട്ടായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ശരിയ ലോ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക് ബാങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു സംശയമില്ലാത്ത വിധം പ്രവർത്തിക്കണം എന്ന് ആ ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ചും ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും ഒരു മുസ്ലിം രാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാക്സിമം അതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സംശയത്തിന് അതീതമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെയുള്ള ആ ഒരു ഇസ്ലാമിക് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിങ് സമ്പ്രദായത്തിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ ആരും പലിശ കൊടുക്കാനോ വാങ്ങാനോ എന്ത് ചെയ്യുന്നില്ല, ബാങ്കിനെ സമീപിക്കും. എന്തിനു വേണ്ടി? ലോൺ എടുക്കാൻ വേണ്ടിയും ഇത് സമീപിക്കും. അതെന്താണ്? അത് പലിശയുമായി ബന്ധപ്പെടുന്നുണ്ടോന്നില്ല നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പൊ പരമാവധി ഒരാൾക്ക് ഒരു ലോൺ ഒരു പലിശ കൊടുക്കാതെ വാങ്ങാതെ ജീവിക്കാൻ, അവസാന കാലമാകുമ്പോൾ പലിശയുടെ കാറ്റേൽക്കാത്ത, അതിന്റെ ഗന്ധമേൽക്കാത്ത ഒരാളുണ്ടാവില്ല എന്ന് പറയും. ആ രൂപത്തിൽ വ്യാപകമാകുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്ന, ഉറപ്പാകുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് വളരെ പരമാവധി ഇത്തഖുല്ലാഹ മസ്തതഅ്തും. നമുക്കൊരു ബാങ്കിൽ എല്ലാവരും, രാജ്യത്തുള്ള എല്ലാവരും ബാങ്കിൽ അക്കൗണ്ട് എടുക്കണം നിർബന്ധമാണ്. അത് നമുക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ധനകാര്യ സ്ഥാപനങ്ങളിൽ നമ്മളെ ക്രയവിക്രയങ്ങൾ സുതാര്യമാകാൻ വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു ലോ ആണ്, ഒരു നിയമമാണ്.
അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റില്ല. അതേ സമയത്ത് നിങ്ങൾ ഇരട്ടിയായിട്ട് പലിശ വെച്ചിരിക്കുന്ന ഒരു സംശയമല്ല. വട്ടിപ്പലിശ പലിശേന്റെ രണ്ട് ഫضലായിട്ടുള്ള റിബ, അതേപോലെ നാസിയായിട്ടുള്ള റിബ എന്ന് പറഞ്ഞിട്ട് പലിശ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫിഖിൽ രണ്ടായിട്ട്. ഒന്ന് പറഞ്ഞാല് ഒരു 1000 രൂപ കൊടുത്തു, 1000 രൂപ കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് തരുമ്പോൾ 1200 രൂപ തരണം എന്ന നിബന്ധന വെക്കുന്നതിനാണ് റിബ നാസിയ. അത് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഒരു ലളിതമായ ഒരു പിന്നെ ഇത് തരികയാണ്. മറ്റേതോ ഫضൽ റിബ എന്ന് പറഞ്ഞാല് ഒരേ സാധനം തന്നെ, സാധനങ്ങൾ ഇപ്പോ ഒരു ചാക്ക അരി കൊടുത്തു, തരുമ്പോ 10 ചാക്ക അരി തരണം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇത്ര ചാക്ക അരി തന്നെ തരണം എന്ന് പറയുന്നത്. അപ്പോ സാധനങ്ങൾ വാങ്ങുന്നതും പിന്നെ തുക വാങ്ങുന്നതും സംഖ്യ വാങ്ങുന്നതും ഡിമാൻഡ് വെച്ചിട്ട് പിന്നെ ഇത്ര ദിവസം കൊണ്ട് ഇത്ര തരണം എന്ന് പറയുന്നതൊക്കെ എന്താണ് പലിശയുടെ ഇനങ്ങളാണ്. അപ്പൊ അത് മാത്രമാണോ പലിശ, അല്ലെങ്കിൽ എന്താണ് പലിശ? ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിച്ചു എന്താണ് പലിശ, ഒരു ഇസ്ലാമികമായിട്ട് ഒരാൾ ഈ ഇസ്ലാമിൽ എന്താണ് പലിശ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചുരുങ്ങിയ ഒരു 2 സെന്റൻസിൽ അല്ലെങ്കിൽ ഒരാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ മറുപടി നൽകുക? നദീർ എന്താ പറയാ? അതിനാണോ പലിശ എന്ന് പറയാ? വലാത്ത കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യോന്യം അന്യായമായ ധനം ഭക്ഷിക്കരുത് എന്ന് പറയുന്നതിനാണോ പലിശ എന്ന് പറയാ? ആണോ? എന്താ പറയാ ഷബീർ അല്ലേ? അത് പലിശയുടെ ഒരു ഇനം പറഞ്ഞു. പലിശ എന്നത് എന്താണ്? പണത്തിന്റെ പേരിൽ അധികമായിട്ട് വാങ്ങുന്ന, നിങ്ങളെന്താ പറയാ? ഓൻ പറഞ്ഞേ യോ വേറെന്തെങ്കിലും ഉണ്ടോ? എന്താ പറഞ്ഞാൽ നമുക്ക് തോന്നിപ്പത് ഈ പലിശയെ കുറിച്ച് ഇപ്പൊ എന്താ പറയല്, എന്താ ഇത്ര ആലോചിക്കാല്, പലിശ ഹറാമല്ലേ? പക്ഷെ നമ്മളോട് എന്താ പലിശ ചോദിച്ചാല് അത് ഓൻ പറഞ്ഞേനെ, അല്ലെങ്കിൽ ഇതന്നെ പറയുന്ന ഒരു സ്ഥിതി അങ്ങനല്ലേ? എന്നാലിച്ചകണി ഒരു കൃത്യമായിട്ട് പറയാൻ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇപ്പൊ നദീർ പറഞ്ഞ ആൻസർ ശരിയാണോ? അന്യായമായിട്ട് മറ്റൊരാളുടെ പൈസ ഭക്ഷിക്കണതിന് പലിശ എന്നാ പറയാ? അത് വേറെ സംഗതി ഉണ്ട്. എന്താണ് ന്യായമല്ലാത്ത രൂപത്തിൽ നമുക്കൊരാളെ ബാത്തിൽ അന്യോന്യം അന്യായമായി നിങ്ങൾ ധനം ഭക്ഷിക്കാതെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താ മർക്ക പറയും ഞങ്ങളെ ഖുർആൻ? അപ്പൊ റിബ അന്നാസിയ എന്നുള്ള വിഷയം മാത്രമേ വരുന്നുള്ളൂ, റിബ അൽ ഫضലിൽ വരുന്നില്ല. പൈസയോ വസ്തുവോ നമ്മള് നിർബന്ധമായി ലാഭമായിട്ട് വാങ്ങിക്കാം. നിർബന്ധമായി അതിന് ഒരു ആ കണ്ടീഷൻ എന്താ? എനിക്ക് ലാഭം തന്നെ കിട്ടാൻ പാടുള്ളൂ, നഷ്ടം പറ്റൂല. കച്ചവടത്തിൽ എന്താ ഉണ്ടാവുക? ഇപ്പൊ നമ്മൾ കച്ചവടത്തിന് പൈസ കൊടുക്കും. ഇപ്പോ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നത് ഒരാളുടെ മൂലധനവും മറ്റൊരാളുടെ അധ്വാനവും. ഇപ്പൊ ഖദീജ ബീവിന്റെ സ്വത്തുമായിട്ട് ആര് കച്ചവടത്തിന് പോകും? റസൂൽ കച്ചവടത്തിന് പോകും. കച്ചവടം കഴിഞ്ഞിട്ട് റസൂലിന്റെ വീതം കൊടുക്കും. അതേപോലെ എപ്പോഴും നമുക്ക് പറ്റുന്താ, ഷരീഫ് ഖാൻ അടുത്ത് 1,00,000 റിയാലുണ്ട്, ഷരീഫ് ഖാർക്ക് വേറെ ജോലി ഉണ്ട്. നദീർ എന്ത് ചെയ്യാണ്? നദീർ ചൈനീസ് സാധനം കൊടുത്താണ്ട് പർച്ചേസ് എടുത്ത് കച്ചവടം ചെയ്യണം. അപ്പൊ ഷരീഫ് എന്ത് ചെയ്യാ? ഷരീഫ് ഖാന്റെ പൈസ നദീറിനെ ഏൽപ്പിക്കുക, കച്ചവടം ചെയ്തിട്ട് പൗതി ലാഭം. എന്താ? ഷരീഫ് ഖാന്റെ മൂലധനം, നദീറിന്റെ അധ്വാനം. ലാഭം കിട്ടിയാൽ എന്ത് ചെയ്യാ? ലാഭം കിട്ടിയില്ലെങ്കിലോ? നഷ്ടം പറ്റിയാലോ? അതിലൊക്കെ എന്ത് ചെയ്യണം? തുല്യമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാവണം. അതാണെന്ത്? കച്ചവടം. പക്ഷെ റിബ ആകുമ്പോഴോ അല്ല, അവർക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ 40% കച്ചവടത്തിൽ ലാഭം കിട്ടുക, ഞങ്ങൾക്ക് 20% തരാറോ. അപ്പോൾ അങ്ങനെ പിന്നെ ഉറപ്പുള്ള ഒരാൾ, ഒരു ബിസിനസ് നടത്തുന്ന ആൾ ഉറപ്പ് പറഞ്ഞു വിചാരിച്ചോ, ആ ഉറപ്പ് പറഞ്ഞവൻ പറയണ എനിക്ക് പിന്നെ കിട്ടിയ നമ്മൾ അന്വേഷിക്കാതെ തന്നെ അവൻ കൊടുക്കുകയാണെങ്കിൽ വാങ്ങാം. കൊടുക്കില്ലെങ്കിൽ അവൻ പറയണത് ഇക്കൊരു കച്ചവടം നഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കല്ലാതെ നിവൃത്തില്ല. അതിന് ഹലാലായതുണ്ട്. എന്താ വെച്ചാൽ 5000 അല്ല അവർക്ക് കിട്ടുന്നത്, ഓർക്ക് 10,000, 20,000, 25,000 കിട്ടും. പക്ഷെ നിങ്ങൾക്ക് 5000 ആണ് തൽക്കാലം തരിക, പിന്നെ ഒരു വർഷം കൂട്ടിയിട്ട് ഇയർലി സെറ്റിലാക്കുന്ന സമ്പ്രദായം ഉണ്ട്. അപ്പൊ ഡിമാൻഡ് വെച്ചിട്ട് ലാഭം മാത്രം പ്രതീക്ഷിക്കുക, ലാഭം മാത്രം. അപ്പൊ ആ ജ്വല്ലറി തന്നെ കൊള്ളയടിക്കപ്പെട്ടു വിചാരിക്കുക, അതിന്റെ നഷ്ടത്തിൽ ആര് പങ്കാളികളാവേണ്ടി വരും? ഇവര്. സ്വർണത്തിന് വില കുറഞ്ഞ് ഇപ്പൊ നമ്മൾ 1,00,000 റുപ്യ ഇപ്പൊ അതിന്റെ അടുത്ത് 90,000 സ്വർണത്തിന്
ഇപ്പൊ നമ്മളൊരു 100 പവൻ സ്വർണത്തിന്റെ ഷെയറാ കൂടി വിചാരിക്കാം. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്നല്ല, സ്വർണ്ണത്തിന് ഇതേപോലെ താഴത്ത് ഇങ്ങനെ വരിക. ഈ സ്വർണ്ണത്തിന് വില കൂട്ടുന്നു കുറക്കുന്നൊക്കെ അതിന്റെ ഒരു ലോബി ഉണ്ട്. ഇപ്പൊ അവര് സ്വർണ്ണം വിൽക്കണം എന്നുള്ളവര് യുദ്ധവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോ ഇത് ക്യാഷ് ആക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതിനൊക്കെ വില കുറക്കാനും പറ്റും. പണ്ട് ഹർഷദ് മേത്ത നമ്മളെ ഇന്ത്യയിലെ പിന്നെ ഇതിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വില കൂട്ടി കുറച്ച ഒരു ഇതറിയല്ലോ. അപ്പൊ ആ സമയത്ത് സ്വർണത്തിന് 80,000, 70,000, 60,000, 40,000 നമ്മളീ കൊടുത്ത 100 പവന് 100 ലക്ഷം, 1 കോടി റുപ്യ കൊടുത്ത ആൾക്കാർക്ക് എന്തായിട്ടുണ്ടാവും? 40 ലക്ഷം റുപ്യ ഉണ്ടാവും അവരുടെ മൂലധനം. അപ്പൊ അവർക്ക് എനിക്കിന്റെ 1 കോടി തിരിച്ചിട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ? അയാൾക്ക് 100 പവന്റെ പൈസ കൊടുത്തെങ്കിൽ ആ 100 പവന്റെ അപ്പത്തെ മൂല്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ എന്ത് വരും? കച്ചവടത്തിൽ വരും. പക്ഷെ ഈ പറഞ്ഞ മാതിരി എനിക്ക് ആ 100 കിട്ടണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് പലിശയും അയാൾ ലാഭം മാത്രമാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് കച്ചവടവും പലിശയും. അപ്പൊ ഏതൊരു സംഗതിയും ലാഭം മാത്രം അല്ലെങ്കിൽ അധികം മാത്രം കിട്ടണം എന്ന ഡിമാൻഡോട് കൂടി കൈമാറ്റം ചെയ്യുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതെന്തായി മാറാണ്? അത് പലിശയായി മാറാണ്. ആ പലിശയിൽ സാധനങ്ങളുടെ റിബൽ ഫദ്ലിനും സാമ്പത്തികത്തിൻ്റെത് റിബൻ നാസിയാന്നും ഒരു ഫിക്കിയായിട്ടുള്ള വേർതിരിവ് മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പലിശ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു ഹദീസ്, ഈ ഹദീസ് നിങ്ങൾക്കൊക്കെ പറയാൻ കിട്ടും. എന്താണ് എന്ന് പറഞ്ഞാൽ 5 വാക്യേ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചാണ്. ആക്കുൽ റിബാവ മൂക്കിലൊന്നും പഠിക്കാത്ത ആൾക്കാരല്ല. അപ്പൊ മൂക്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്നത്തെ ചെറിയ പ്രായത്തിൽ മദർസൊക്കെ പഠിക്കുമ്പോൾ ഇതെന്തോ മൂക്കി അക്കല ഏക്കുലു എന്നില്ല, തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും റസൂൽ ശപിച്ചിരിക്കുന്നു. അത് മാത്രല്ല വശാഹിദൈഹി വകാതിബഹു, അതിന്റെ സാക്ഷികളെയും അതിന്റെ എഴുത്തുകാരെയും എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചില പാപങ്ങൾ അങ്ങനെയാണ്. റസൂൽ വലാ തഖ്റബു സിന എന്ന ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വലാ തഖ്റബു സിന, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങളിൽ അതിനെ നിയന്ത്രണ കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞതും, അതേപോലെ തന്നെ ഒറ്റക്ക് ഒരാണും പെണ്ണും ഒറ്റക്കാവരുത് എന്ന് പറഞ്ഞതും, ഒരു മഹറമില്ലാതെ പെണ്ണ് യാത്ര ചെയ്യുക, അങ്ങനെയൊക്കെ അതൊക്കെ എന്താണ്, അത് അതുമായി ബന്ധപ്പെട്ട് ഈ അടുക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ വ്യഭിചരിക്കരുത് പറയുമ്പോൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. അതേപോലെ തന്നെ പലിശ തിന്നരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അതിന് സാക്ഷിയാവുന്നവനെയും എന്ന് പറഞ്ഞ പലിശയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിക്കും ഞാനില്ല എന്നൊരു വിശ്വാസിക്ക് പറയാൻ പറ്റണം. അത് അവരുടെ നിലപാടായി മാറണം. പിന്നെ എന്താണ് ഇപ്പോ ലോകത്ത് ഈ പലിശ കൊണ്ടുള്ള ഗുണം? എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത എല്ലാ മതവിഭാഗങ്ങളും പലിശയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അതെന്താണ്, അതൊരു സാധാരണ സംഗതിയാക്കി മാറ്റിയാണ്. പക്ഷേ പലിശയെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ഒക്കെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഇപ്പോ ക്യാപിറ്റലിസം കമ്മ്യൂണിസം 2 ഭാഗത്തായി നിൽക്കണം. ക്യാപിറ്റലിസ്റ്റിൽ ഒരാൾക്ക് എത്രയുമാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം, കമ്മ്യൂണിസ്റ്റിൽ ഒരാൾക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒക്കെ എന്താണ് സ്റ്റേറ്റിന്റെയാണ്, ഗവൺമെന്റിന്. ഇത് രണ്ടിന്റെ മിഡിലാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ നിൽക്കണം. എന്താണ്, ഒരാൾക്ക് ഹലാലായ രൂപത്തിൽ എത്ര ഉണ്ടാക്കാം, അതിന്റെ ഒരു നിശ്ചിത വിഹിതം ആർക്ക് കൊടുത്താൽ മതി? സ്റ്റേറ്റിനല്ല, സക്കാത്തിന്റെ അവകാശികൾക്ക്, 8 അവകാശികൾക്ക്. അത് സ്റ്റേറ്റ് വാങ്ങി വിതരണം ചെയ്യുകയാണെങ്കിൽ നല്ലത്. സ്റ്റേറ്റ് ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അതേ സമയത്ത് അയാൾ സമ്പാദിക്കുന്ന എന്തായി മാറണം? ഹലാലായ വിധത്തിൽ, പലിശയില്ലാതെ, ഈ പറഞ്ഞ പോലെ അന്യൻ്റേത് അന്യായമായി അപഹരിക്കാതെ. ഒരാൾക്ക് മറ്റൊരാളുടെ സമ്പത്ത് ഹലാലാകണമെങ്കിൽ പണ്ഡിതന്മാർ ചില ഡിമാൻഡുകൾ പറഞ്ഞിട്ടുണ്ട്. 6 കാര്യം 5 കാര്യം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളാണെന്ത്. ഒന്ന്, അധ്വാനിച്ചതിന്റെ പ്രതിഫലം. നമ്മളൊരു പണിയെടുത്തു. നമ്മൾ ഇന്നാള് പിന്നെ മുമ്പൊരു വിഷയം ഉണ്ടായി, പിണറായി വിജയന്റെ മകളെ ഒരു കമ്പനി എന്തിനാണ് കൊടുത്തു പറയാൻ കിട്ടില്ല. എന്ത് സേവനത്തിന് പറഞ്ഞ എന്ത് സേവനം എന്ന് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ അതുപോലെ വരുന്നത് എന്താണ് സേവനം, എന്ത് ചെയ്തിട്ടാണ് കൂലി, അതാണ് സേവനം ചെയ്തത്. രണ്ടാമത്തത്, നമുക്ക് അനന്തരമായി കിട്ടിയാല്, വാപ്പ മരിച്ചു, വാപ്പാന്റെ സ്വത്ത് മക്കൾക്ക് കിട്ടുന്നതാണ് എന്താ പറയാ, വാപ്പാന്റെ അങ്ങനെ അനന്തരാവകാശം കിട്ടുന്നു, അത് നമുക്ക് എന്താണ് അല്ല. മൂന്നാമത്തത്, നമ്മൾ കച്ചവടം ചെയ്തിട്ട് ഒരു സാധനം നമ്മൾ വാങ്ങി, ഒരു 100 റുപ്യക്ക് ഒരു സാധനം വാങ്ങി, ഒരാളെ 200 റുപ്യക്ക് വിറ്റു, അയാൾക്ക് 100 റുപ്യ, അപ്പൊ ഇരട്ടി ലാഭം പറ്റുമോ? അതൊന്നുമില്ല. വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും തൃപ്തരാണെങ്കിൽ കച്ചവടം എന്താണ്? ഹലാലാണ്. ഇപ്പൊ ഞാനൊരു കാറ് വാങ്ങി, 30,000 റിയാൽ കാറ് വാങ്ങി, ഇന്നോട് ആ കാർ 50,000 റിയാൽ കൊടുക്കുന്ന ആൾ ചോദിച്ചു, ഞാൻ കൊടുത്തു. 20,000 റുപ്യ ലാഭം വാങ്ങാൻ പറ്റുമോ, ചോദിക്കാൻ പറ്റുമോ? അയാൾ ചോദിച്ചിട്ടാണ്, അയാൾ അത് അറിഞ്ഞിട്ടാണ്. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ കാറിന്റെ വില മാർക്കറ്റിൽ അന്വേഷിക്കാം,
അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരാൾ എന്ത് വരുന്നത്, ഇത് 50,000 കാറാണ് അല്ലെങ്കിൽ ഇത് 70,000 കാറാണ്, ഞാൻ എനിക്ക് അവിടെ 50,000 തരാന്ന് പറഞ്ഞ് പറ്റിക്കുക ഇത്. നേരെ മറിച്ച് അയാൾക്ക് പറഞ്ഞത് ഞാൻ ഇതിന് ലാഭത്തോട് കൂടി ഇത്രക്കെ കൊടുക്കുള്ളൂ. ഇപ്പൊ ഇസ്ലാമിക് ബാങ്കിലെ ഈ QIB ബാങ്കുകളൊക്കെ ഓലൊക്കെ ചെയ്യുന്ന എന്താണ്, ഈ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു 60,000 റുപ്യക്ക് അവര് കാറ് വാങ്ങുന്നു, എന്നിട്ട് ഇയാൾ പറയുന്നു എനിക്ക് 1400 വെച്ചിട്ട് അടച്ചെന്നാൽ മതി, ടോട്ടല് പിന്നെ 64,000 റിയാലിനാണ് ഞങ്ങൾക്ക് തരുന്നത്. ഇയാൾ തൃപ്തിയോട് കൂടി എന്ത് ചെയ്യണേ വാങ്ങ. ആ 64 പിന്നെന്താവില്ല, കൂട്ടുപലിശയും പഴപ്പലിശയും വന്നിട്ട് 65 ആവാൻ പാടില്ല. അല്ല അത് പിന്നെ ഇതാക്കല്ല, അതെന്താ വെച്ചാല് ഈ ഇസ്ലാമിക് ബാങ്കിങ്ങിലുള്ള ഒരു ടേം മാത്രമാണ്. അതും ശരിയാണോ അല്ലെങ്കിൽ അതും പലിശ എന്നൊക്കെ പറയുന്നത്, അത് മറ്റേനേക്കാൾ കൂടുതലൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അതിന് വിഷയം എന്താ വെച്ചാൽ ഇതില് കച്ചവടം നെല്ലിനെ പറയുന്നതാണ് അവര്, മുറാബ എന്നല്ല, അത് റിബയുമായി ബന്ധപ്പെട്ടല്ല. എന്താ വിഷയം വെച്ചാൽ ചിലപ്പോ ദോഹ ബാങ്ക് നമുക്ക് 2% പലിശയിൽ എന്തിട്ടും കാർ കിട്ടും. അപ്പൊ ചിലപ്പോ കാറിന് 60,000 കാറിന് 62,000, ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ കൃത്യമായി കണക്കല്ല പറഞ്ഞു ആവുള്ളൂ. ഇവിടുന്ന് വലിയ 64,000 തന്നെ എന്ത് ചെയ്യണ് പറയുന്നത്. അപ്പോ ആ 62,000 2% എന്ന് പറഞ്ഞ പലിശ അടച്ചില്ലെങ്കിൽ 4% പിന്നെ ഇരട്ടി പലിശവും പിന്നെ കൂടും, അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. മറ്റേതാണെങ്കിലോ ഇല്ല, അവര് കച്ചവടം. ഇനി ആ കാർ കത്തിപ്പോയാലോ ആക്സിഡന്റ് ആയി പോയാലോ അതിന്റെയും ലാഭനഷ്ടങ്ങൾ എന്താണ്, ഇസ്ലാം ബാങ്കിലാണ് ബാങ്കും ഇവരും തുല്യമായിട്ടാണ്. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു കച്ചവടമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇതൊക്കെ എന്താണ് വേണമെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യാം, വിമർശിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സൊസൈറ്റിയിൽ സാധ്യമാകുന്നത്ര ഇങ്ങനത്തെ വിഷയങ്ങൾ ശ്രദ്ധിക്കാന്നില്ലോണ്ടാണ് ഈ പിന്നെ മജ്ലിസ് ഷൂറ കൂടിയിട്ടും അതേപോലെ തന്നെ ഇസ്ലാമിക് പിന്നെ ശരിയ ബോഡി കൂടിയിട്ടൊക്കെ ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്നത്. ഏതായിരുന്നാലും കച്ചവടം എന്നതിന്റെ ബേസിക് എന്താണ്, അൽ ബൈഉ റിളാണ്, തൃപ്തിയാണ്. വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും. ഈ പലിശ തൃപ്തിയോട് കൂടിയല്ല കൊടുക്കുന്നത്. പലിശ നമ്മൾ പറയും ഓ സമ്മതിച്ചിട്ടല്ലേ, എഴുതി ഒപ്പിട്ടിട്ടല്ലേ, ആധാരം കൊടുത്തില്ലേ, അതൊക്കെ എന്താണ്, ആവശ്യക്കാരന്റെ ആവശ്യത്തെ ഉള്ളവൻ ചൂഷണം ചെയ്യാണ്. അവിടെയാണ് ഇസ്ലാമിൽ കടം കൊടുക്കുന്നതിന്റെയും അതേപോലെ തന്നെ പിന്നെ ആളുകളെ കടം കൊടുത്ത് സഹായിച്ചാൽ അവന് 2 കൂലി എന്നൊക്കെ പറഞ്ഞ ഹദീസുകളുടെ പ്രസക്തി. പക്ഷെ അതും ആളുകൾ എന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്യാണ്. കടം കൊടുത്തിട്ട് പിന്നെ യാചകനെ പോലെ അവന്റെ പിന്നാലെ അത് കിട്ടാൻ വേണ്ടി നടക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ അധികം കടം കൊടുത്ത ആൾക്കാർക്ക് ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായ ആളുകൾ നാട്ടിൽ പോകുമ്പോൾ ഒരു 2 ദിവസത്തിന് ഒരാഴ്ചക്ക് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയത് പിറ്റത്തെ വർഷം പോകുമ്പോൾ കിട്ടാതെ എത്രയോ അനുഭവം ഉണ്ടാവും. അതൊക്കെ എന്താണ്, ആളുകൾ പരസ്പരമുള്ള വിശ്വാസ്യത അമാനത്തിന് ദുരുപയോഗം ചെയ്യാണ്, അത് വേറെ കാര്യം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് കടക്കാരനാണെങ്കിൽ കടം കൊടുക്കാനും അവന് പ്രയാസം ഉണ്ടെങ്കിൽ കടം നീട്ടിക്കൊടുക്കാനും ആ അവധി നീട്ടിക്കൊടുക്കാനും അതിനൊക്കെ ഒരു സദക്ക ചെയ്ത കൂലി കൂടി കിട്ടണത്. നമ്മളൊരാൾക്ക് ഒരു 1000 റുപ്യ സ്വതക്ക ചെയ്ത് അതേ കൂലിയാണെന്ത്, ഒരാവശ്യക്കാരന് 1000 രൂപ കടം കൊടുക്കേണ്ട കിട്ടുകയാണ്. ശരിക്കും കടത്തിന്റെ പ്രാധാന്യം നമുക്ക് പൈസ നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യണം, 1000 റുപ്യ. പക്ഷെ അതെങ്ങനെയാണോ വാങ്ങുന്ന ആളും കൂടി എന്ത് ചെയ്യണം, ഈ ബോധല്ലേ ഈമാനല്ലേ ആളാണെന്നുള്ള പ്രശ്നമുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഈ ഹദീസിന്റെ ഇതില് ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടതെല്ലാം എന്താണ്, നമുക്ക് നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്ത. രണ്ടാമതൊരു ഹദീസ് വളരെ ബേജാറാകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. വാൻ അബ്ദുല്ലാഹിബ്നു ഹൻളല, ആ ഹൻളല എന്നുള്ളതിനെ വിശേഷിപ്പിക്കുകയാണ് റസീലുൽ മലായിക, മലക്കുകൾ കുളിപ്പിച്ച ഹൻളല. നിങ്ങൾ കേട്ടിക്കണോ? ആരാ മലക്കുകൾ കുളിപ്പിച്ച ഹൻളല? യുദ്ധത്തിൽ പോകുമ്പോൾ ജനാപത്തുകാരനായിരുന്നു. മലക്കുകൾ കുളിപ്പിക്കുന്നത് കണ്ട റസൂല് വീട്ടുകാർ ചോദിച്ചു. അപ്പോഴാ പറയുന്നത് ജനാപത്തുകാരനായിരിക്കെ രാത്രി യുദ്ധത്തിന്റെ വിളി വന്നു, അവിടുന്ന് യുദ്ധത്തിന് പോയി. അപ്പോൾ ആ ഹൻളല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിർഹമു റിബ, ഒരു ദിർഹം പലിശയായി കിട്ടുന്ന ഒരു ദിർഹം യഅ്കുലുഹു റജുലു, ഒരു മനുഷ്യനെ തിന്നുകയാണെങ്കിൽ വഹുവ യഅലമു, അവൻ അറിയണം അശദ്ദു മിൻ 36 സനിയ, 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണത്. അപ്പൊ അതൊക്കെ പിന്നെ നമ്മൾ പറയും ഇത്ര ചെറിയ പാപത്തിന് ഇത്ര വലിയ ശിക്ഷ, അങ്ങനെയല്ല. ഈ പാപം അത്രയും വലുതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഹദീസ് പറഞ്ഞു. അപ്പോ ഒരാൾ ഒരു പലിശ വാങ്ങാൻ, അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യണ്ടെന്നുള്ളതാണ്. എന്താ, ഒരു വിശ്വാസി ആകുമ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട പൈസ എനിക്ക് വേണ്ട എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാനും അതിന്റെ കാറ്റേൽക്കാതെ അതിന്റെ പുകയേൽക്കാതെ ശ്രദ്ധിക്കാനുമുള്ള
വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിർദ്ദേശവും അതേപോലെ തന്നെ അതിന്റെ ഭവിഷ്യത്തും ഗൗരവമൊക്കെയാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇഷ്ടംപോലെ ഹദീസ് ഉണ്ടെന്നറിയല്ലോ. ഞാൻ എല്ലാ ഹദീസുകളും വിശദീകരിക്കേണ്ട സമയമല്ല. നമുക്ക് ഈ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട 7 സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടതിന്റെ ഗൗരവം സൂചിപ്പിക്കാനുള്ള 2 ഹദീസുകൾ പറഞ്ഞു. 2 തരത്തിലുള്ള പലിശയെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലകളിൽ സാധ്യതയുണ്ട് അതൊക്കെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? അടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്ലാമിൽ മാത്രമാണ് എന്നുള്ളത്. നിങ്ങൾ ലോകത്ത് വേറൊരു മതത്തിലും ഈ പലിശയെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പരാമർശിക്കുന്നില്ല. അപ്പോ ഒരു സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഇടപഴകുന്ന ഒരു വിഷയമാണ് പലിശ. ഈ പലിശ എന്ന വിഷയത്തെക്കുറിച്ച് അതൊരു ക്രൈമേ ആകാത്ത, നമ്മുടെ നാട്ടിലൊക്കെ വട്ടിപ്പലിശക്ക് ആൾക്കാർ പൈസ കൊടുത്തിട്ട് പിന്നെ അവരെ വീട്ടിൽ കയറി കിടക്കുന്നതും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും ഒക്കെ അവിടെ ഒരു ആത്മഹത്യ നടക്കുക അല്ലെങ്കിൽ കൊലപാതകം നടക്കുക ചെയ്യുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുക, വാർത്തക. ബാങ്കുകാർ വന്നാണ്ട് വീട് പൂട്ടി സീലടിച്ച് ഇവരൊക്കെ പുറത്തിറക്കിയാലൊന്നും അതൊരു ക്രൈമല്ല. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ പോലീസിന്റെ അകമ്പടിയോടെയാണ് ചെയ്യുന്നത്. ഒരു സുഹൃതം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലെ നിയമപാലകന്മാരുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാമിലൊക്കെ എന്താണ്, മഹാപാതകമാണ്. അതിലേക്ക് പോകാതിരിക്കാൻ നമ്മളൊക്കെ നാട്ടിൽ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് എന്ത് ചെറിയ ആവശ്യം ഉണ്ടെങ്കിലും അപ്പൊ പോകും സ്വർണം കൊണ്ട് എന്ത് ചെയ്യാം, പണയം വെക്കാൻ വേണ്ടി. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ ലോൺ എടുക്കുന്ന ഒരു സംസ്കാരം ഒക്കെ ഒരു മുസ്ലിം, ഒരു വിശ്വാസി ഈ വിഷയത്തെക്കുറിച്ച് ബോധേഡാണെങ്കിൽ അവൻ അതിനൊന്നും നിൽക്കൂല. കാരണം എന്തിനാണ് പലിശക്ക് പണിയെടുക്കുന്നത്? ഇപ്പൊ നമ്മളവിടെ ഈ ഖത്തറിലുണ്ടായിരുന്ന ഒരാള്, അയാള് ആത്മഹത്യയുടെ വക്കീലെത്തിക്കണു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രയാസം പറഞ്ഞത് എന്താ, 60 ലക്ഷം റുപ്യ വീട് പണിക്ക് ലോൺ എടുത്ത പൈസ അടക്കാൻ പറ്റായിട്ട് വീട് ജപ്തി ചെയ്ത് കൊടുത്താലും എന്ത് ചെയ്യൂല, വീടൂല. അങ്ങനെ ഉണ്ടോ? ഇന്നൊന്നല്ല, ഇപ്പൊ 60 ലക്ഷം നമുക്ക് സാധാരണ വീടായിരിക്കും. ഇതൊരു 15 കൊല്ലം മുമ്പ് ഞാൻ ഖത്തറിൽ വന്ന ആ ഒരു സമയത്തുള്ള നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ നമ്മളെല്ലാ ഖുർആൻ ക്ലാസ്സിനൊക്കെ ഉണ്ടാവണം, അയാളൊരു വിഷമം വേറൊരാൾ പറഞ്ഞ് അയാൾക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് വന്നപ്പോൾ വിഷയം ഇതാണ്. അപ്പൊ അയാൾ നിങ്ങൾ ഇത്ര വലിയ വീട്, നിങ്ങൾക്കുള്ള ശമ്പളം നിങ്ങൾക്ക് അറിയില്ലേ, അതിന് ചിലപ്പോൾ അതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താണ്. അപ്പൊ പലിശക്ക് കടം വാങ്ങിയിട്ട് വലിയൊരു വീട് വെച്ചിട്ട് പിന്നെ അയാൾ ഭയങ്കര കടക്കാരനായിട്ട് അസ്വസ്ഥമായ മനസ്സോട് കൂടി ആ വീട്ടിൽ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നതാണോ ഒരു വിശ്വാസിയുണ്ട്? അതിൻ്റെയൊക്കെ തുടക്കം എവിടുന്ന? മനസ്സിന്റെ ധന്യത എന്താന്നുള്ളത് മനസ്സിലാക്കായിട്ടാണ്. ഒരു കുടിലാണെങ്കിലും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന മനുഷ്യന് ആ അസ്വസ്ഥത ഉണ്ടാവുന്ന എവിടുന്ന? ഈ അതിയായ ആഗ്രഹങ്ങളും അതിനു വേണ്ടിയുള്ള ഇതും. ഒരു നിർബന്ധ പല കടങ്ങളും നിങ്ങൾ ലോൺ എടുക്കുന്ന നോക്കൂട്ടു. പിന്നെ പേറ്റിനൂട്ടി കൊണ്ടുപോകത്തേക്ക് അരി കൊണ്ടുപോകാനും അതേപോലെ തന്നെ കല്യാണത്തിന് മറ്റോരൊക്കെ കൊടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും പിന്നെ കുടിയിരിക്കുമ്പോ പിന്നെ മറ്റോരൊക്കെ തൂക്കൊപ്പിക്കാൻ വേണ്ടി പുതിയാപ്പിളാരൊക്കെ ഒപ്പം തന്നെ നിൽക്കാൻ വേണ്ടി മോശക്കാരനാകാതിരിക്കാൻ വേണ്ടി ഒക്കെയാണ് എന്ത് ചെയ്യുക, പലപ്പോഴും ഈ കടം വാങ്ങിയിട്ടും അതേപോലെ തന്നെ പലിശക്ക് എടുത്തിട്ടും വട്ടിക്ക് വാങ്ങിയിട്ടൊക്കെ ആൾക്കാർ ഇങ്ങനത്തെ ഇടപാടുകൾ ചെയ്യുക. അപ്പൊ അതൊക്കെ ഇതൊരു ചെറിയ വിഷയവും അതൊരു വലിയ വിഷയമായി കാണുന്നതാണ് പ്രശ്നം. അതെന്തുകൊണ്ടാ? ഈ തദബ്ബുർ നടക്കാത്തതുകൊണ്ടാണ്. ഈ വിഷയത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനും സുന്നത്തിലും പറഞ്ഞ കാര്യങ്ങൾ പരാമർശിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ആഴത്തിൽ ചിന്തിക്കുകയോ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ ആ രൂപത്തിലുള്ള തദബ്ബുറുകൾ ഓരോ വിഷയത്തിലും ഓരോ ആയത്തിലും നടക്കണം. അള്ളാഹു ഉറ്റാലോചിക്കുന്ന, ആലോചിച്ച് പഠിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മഹാപാപങ്ങളും അള്ളാഹു പുറത്തു പരിഹരിച്ച് മാപ്പായി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഇത്തരത്തിലുള്ള നമ്മൾ അറിയാതെ ചെയ്തു പോയ വലിയ പാതകങ്ങൾ നമ്മുടെ കുറേ നന്മകളെ ഇല്ലാതാക്കാൻ കാരണമാകുമെന്ന്, അങ്ങനെ മുഫ്ലിസായി പോകുമെന്നൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പരമാവധി അതിലൊക്കെ സൂക്ഷ്മത പുലർത്താൻ, ശ്രദ്ധ പുലർത്താൻ. എന്നാലും മനുഷ്യരാണ്. അൽ ഇൻസാനു ഖത്താവൂൻ കുല്ലു ഇൻസാനു ഖത്താവൂൻ ഖൈറുൽ ഖത്താവൂന തവാബൂൻ. മനുഷ്യന്മാരൊക്കെ പാപം ചെയ്യുന്നവരാണ്. ആ പാപികളിൽ അള്ളാഹുവിന് ഇഷ്ടം പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെയാണ്. അറിഞ്ഞ മനസ്സിലാക്കിയ പാപങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് അറിഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങുക. അത് ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള തവ്വാബീങ്ങളുടെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും കടങ്ങളും രോഗങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാർ അവരുടെ കടമെല്ലാം വീട്ടി രോഗമെല്ലാം ഷിഫിയാക്കി സുഖവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മനസ്സിൽ വെച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന സഹോദരി സഹോദരങ്ങൾ അവരുടെ സ്വാലിഹായ മുറാദുകൾ ഹാസിലാക്കാൻ അള്ളാഹു അനുഗ്രഹവും അവസരവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികൾ, പ്രത്യേകിച്ചും ഇപ്പോഴും വെടിവെച്ച നിലക്കാത്ത
ഉള്ളിൽ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് പിൻവാങ്ങിയെന്ന് അടിക്കുന്ന ഫലസ്തീനിലെ സഹോദരങ്ങൾക്കിടയിൽ ശാന്തിയും സമാധാനവും ഇസ്സത്തും വിജയവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساعت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.